ഒരുപാട് പേര് വരുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു. എല്ലാരും കൂടി ഇങ്ങനെ വരുന്ന കണ്ടപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണെന്ന് പേടിച്ചും പോയി. പിന്നെ ഞാൻ കാര്യമായിട്ട് ആലോചിച്ചത്, നമുക്കാണെങ്കിൽ ഈ ഏരിയയിൽ ശത്രുക്കളൊന്നുമില്ല, നമ്മൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ നോക്കിയാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ലല്ലോ. നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ ഒരു കാരണമില്ലല്ലോ മോളെ. അതെ അച്ഛാ, ഒരു സെക്കൻഡ് ഞാൻ ശരിക്കും പേടിച്ചു. ഇത്ര ആൾക്കാർ ഇന്നത്തെ ദിവസം ഒരുമിച്ച് വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. ആൾക്കാർ കൂടുതലുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെല്ലാം തികയൊന്നും തോന്നുന്നില്ല. നമ്മൾ അയ്യോ കണ്ണൻ ചേട്ടാ, അത് കുറവാണെന്ന് കരുതി നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയതല്ലേ. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ പോകുമല്ലോ, അതുകൊണ്ടാ പറഞ്ഞേ. അയ്യോ കണ്ണൻ ചേട്ടാ, നമുക്ക് നോക്കി വിളമ്പായിരുന്നു അല്ലേ. ആരെ ഇവളാണോ വിളമ്പാൻ തന്നെ? ഇവക്ക് ഇത്രയെങ്കിലും ബുദ്ധിയുണ്ടോ? അങ്ങനെയൊന്നുമല്ല, നോർമലായിട്ട് തന്നെയാ കൊടുത്തേ. പക്ഷെ ആൾക്കാര് വീണ്ടും ചോദിച്ചു വാങ്ങിക്കായിരുന്നു. ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതൽ തരാൻ പറ്റില്ല എന്ന് നമ്മള് ഹോട്ടലുകാരെ പോലെ പറയില്ലല്ലോ. വീട്ടിലെ മെസ്സല്ലേ, അവര് ചോദിക്കുമ്പോ ആഹാരം കൊടുത്തില്ലെങ്കിൽ പിന്നെ മോശം പേരാകും. ഈ പറഞ്ഞത് ശരിയാകണ്ട. നമ്മൾ കൂടുതൽ ആഹാരം ഉണ്ടാക്കണം. നമ്മൾ ചെയ്യുന്നതിന് എന്തായാലും കൂലി കിട്ടും. പിശുക്കിയിട്ട് ആഹാരം കൊടുക്കരുത്. കാശിന് വേണ്ടിയിട്ടാണെങ്കിലും കൊടുക്കുന്നത് ആഹാരമല്ലേ. ഭക്ഷണത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കണം. ബാക്കിയൊക്കെ എങ്ങനെയും ചെയ്യാന്ന്. ഇതിനൊക്കെ ഇത്ര ചിന്തിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? പക്ഷെ കാശ് കൊടുത്ത് ആഹാരം കഴിക്കുന്നവർക്ക് അത് വേണ്ടായിരുന്നു തോന്നാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നേ ഇല്ല. നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോ വാങ്ങിച്ചതെല്ലാം കഴിഞ്ഞോ കണ്ണൻ ചേട്ടാ? ഇല്ല, പക്ഷേ അത് വേഗം കഴിയും. ശരി മോനെ, പോയിട്ട് പെട്ടെന്ന് വന്നില്ല. ശരി അങ്കിൾ. ഞാൻ കേറ്ററിംഗ് വിട്ടപ്പോ ജനങ്ങൾക്ക് ഇതുപോലെ രുചികരമായ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഈശ്വര, എല്ലാം ഇതുപോലെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോണേ. അച്ഛാ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഈ പ്രായത്തിലും മുന്നിൽ നിന്ന് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലൊരാളാ എന്റെ അച്ഛനെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അയ്യോ, അതിന് എനിക്ക് എന്ത് പ്രായമായെന്ന? എനിക്കിപ്പോ 20 തികഞ്ഞല്ലേ ഉള്ളൂ. അയ്യോ അയ്യോ, എന്തിനാ മോനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇവിടെ എല്ലാവർക്കും ഉള്ള ആഹാരമുണ്ട്. തന്റെ ആഹാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആരോട് ചോദിച്ചിട്ടോ ഇതിവിടെ തുടങ്ങിയ? ഞാനിപ്പോ ആരോടാ ചോദിക്കേണ്ടത്? ഞാൻ എന്റെ വീട്ടിലല്ലേ തുടങ്ങിയത്. ചെട്ടിനാട് ഭാർഗവനെ കുറിച്ച് താൻ കേട്ടിട്ടില്ലേ? ഏയ്, ആരെങ്കിലും ഇവിടുന്ന് ഒരു പിടി ആഹാരം കഴിച്ചാൽ ഇറങ്ങിപ്പോടാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വർഷം നമുക്ക് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. അതുമാത്രമല്ല, ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ റോ മെറ്റീരിയൽസിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് എംപ്ലോയീസിന് ബോണസ് കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് പുതിയ പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിനുള്ള കോസ്റ്റ് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടും വരും. അങ്ങനെയല്ലേ വേദാന്ത്? വേദാന്ത്, ആർ യു ഓൾ റൈറ്റ്? ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. വേദാന്ത് എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ മൂടില്ലെങ്കിൽ വിട്ടേക്ക്, നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. സോറി സിദ്ധാർത്ഥ്, ഞാൻ അമൂല്യെ രാവിലെ വിളിച്ചിരുന്നേ. അവളാണെങ്കിൽ വേഗം ഫോൺ കട്ട് ചെയ്തു. സത്യമായിട്ടും അതിനാണോ ഇത്രയും ഫീൽ ചെയ്തിരിക്കുന്നത്? ഐ ഡോണ്ട് നോ സിദ്ധാർത്ഥ്. സത്യത്തിൽ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് എങ്ങനെ തോന്നുന്നേ? അമൂല്യക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു.
അമൂല്യ മാഡത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനത് കേട്ടു. അല്ലെങ്കിലും ആദ്യ മാഡം നിങ്ങളുടെ കാര്യം ഇവിടെ പറയാതിരിക്കില്ലല്ലോ. ആദ്യ മാഡത്തിന്റെ സാറിനോട് ഈ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലെല്ലാരും അറിഞ്ഞു കാണുമല്ലോ. അയ്യോ, ഇവരുടെ ഈ കാര്യം മനസ്സിൽ വെച്ചോണ്ട് കുറെ നാളായിട്ട് ഉരുകി ജീവിക്കുകയായിരുന്നു. താങ്ക് യു ദൈവമേ. എനിക്കൊരു 10,000 അല്ല 20,000 രൂപ എക്സ്ട്രാ വന്നാലും ഇത്രയും സന്തോഷം ഉണ്ടാവില്ല. വേദാന്ത്, ഈ പൊട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അമൂല്യയുടെ കാര്യം ആദ്യം പറഞ്ഞോ? ഏത് കാര്യം? ഒരു കാര്യം എനിക്കറിയില്ലല്ലോ. സിദ്ധാർത്ഥ്, തനിക്ക് എന്താടോ ഇയാള് പറയുന്നൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന എന്തിനാ? തനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലേ ഇയാള് പറയുന്നതിൽ കാര്യമൊന്നുമില്ലെന്നല്ലേ? നോൺസെൻസ്. സിദ്ധാർത്ഥ്, യു ക്യാൻ ലീവ്. നമുക്ക് ഇതിനെ പറ്റി പിന്നെ സംസാരിക്കാം. അല്ല, എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോ, പ്രശ്നമില്ല. ഇറ്റ്സ് ഓക്കെ സിദ്ധാർത്ഥ്, താൻ പൊക്കോളൂ, പിന്നെ സംസാരിക്കാം. ആർ യു ഷുവർ? ആക്ച്വലി സിദ്ധാർത്ഥ് സാർ, പൊയ്ക്കോ സിദ്ധാർത്ഥ് സാർ, വേഗം പൊയ്ക്കോ. ശരി, ഓക്കെ. അയ്യോ ബോസ്, എന്നോട് ക്ഷമിക്കണേ ബോസ്, പ്ലീസ് ബോസ് എന്നോട്. അല്ല, അപ്പോ സിദ്ധാർത്ഥ് സാറിന് പോലും ഇവരുടെ മാറ്റർ അറിയില്ലേ? ആദ്യ മേഡം അറിഞ്ഞു, എന്നിട്ടും സിദ്ധാർത്ഥ് സാർ അറിഞ്ഞില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ചേട്ടനും അനിയത്തിയും കൂടി കാര്യങ്ങളെല്ലാം അങ്ങ് ശിവ, ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ശരി, അവസാനം അത് എന്റെ തലയിലാണല്ലോ വരുന്നത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നേ? നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരു ഇഷ്ടവും ഇല്ലേ? നിങ്ങളോടല്ലേടാ പറഞ്ഞ ഇറങ്ങി. ഹലോ, നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ വരട്ടുന്നോ? അവരൊക്കെ കാശ് തന്ന ആഹാരം കഴിക്കുന്നവരാ. അവരെന്തിനാ വരട്ടുന്നേ? എന്താ റൗഡീസ് ആണോ? നിങ്ങളൊക്കെ ആരാ? ചേച്ചി, ഇത് ചെട്ടിനാട് ഭാർഗവന്റെ ആൾക്കാരാ. ഇവരെയൊക്കെ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ 4 പെൺമക്കളാ ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത്രയും മര്യാദയ്ക്ക് ഇവിടെ വന്ന് സംസാരിച്ചത്. നന്നായിട്ടുണ്ട്, നല്ല എന്റർടൈൻമെന്റാ. ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കേ. അതെ സുന്ദരി, ഞങ്ങള് സംസാരിച്ചിരിക്കാൻ വന്നതല്ല. സംസാരിക്കാനായിട്ട് ഞങ്ങൾ പിന്നീട് വരാം. ഇപ്പൊ അതിന് പറ്റിയൊരു സാഹചര്യമല്ല. അതല്ലേ നല്ലത്. എന്താണ് ഇങ്ങനെ തുറച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് സ്ഥലം വിടുന്ന നല്ലത്. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ പേഴ്സും മൊബൈലും ഒക്കെ കണ്ടില്ലെന്ന് വരും. ഇറങ്ങി പോന്നോടാ. അയ്യോ ചേട്ടാ, അവിടെ ഇരിക്കെ. ഇവരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങനെ പോവല്ലേ? നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കുക, ആരും പോവല്ലേ? ചേട്ടാ, ആരും പോകരുത്. ഞങ്ങൾ ഇവരോട് സംസാരിക്കാം. ചേട്ടാ, പോകല്ലേ. ഇറങ്ങി പോടാ. ഏയ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? എല്ലാം എടുത്ത് പുറത്തേക്ക് എറിയ. മോൻ എങ്ങനെയും ചെയ്യല്ലേ. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹാ ചെയ്തത്? ആഹാരത്തെ ബഹുമാനിക്കണ്ടേ? അതൊന്നും വലിച്ചെറിയാൻ പാടില്ല. എന്താ മക്കൾ ഇങ്ങനെ? ഞങ്ങൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിൽ വന്ന് ഞങ്ങളെ അപമാനിച്ചിട്ട് ആഹാരം കഴിക്കാൻ വന്നവരെ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുണ്ടോ? മനുഷ്യത്വം? അതെന്ത് സാധന? നിങ്ങളുടെ ഹോട്ടലിൽ മനുഷ്യത്വം കൊടുക്കുന്നുണ്ടെങ്കിലേ ഒരു പ്ലേറ്റ് എനിക്ക് കൊടുത്താ. നിങ്ങൾ എല്ലാരും കഴിക്കുന്ന ആഹാരം തന്നെയല്ലേ? കഴിക്കുന്ന അന്നത്തെ എപ്പോഴും ബഹുമാനിക്കാൻ പഠിക്കണം. അതിലും വലിയ പാവം മറ്റൊന്നുമില്ല. നോക്ക്, നിങ്ങൾ എന്തിനെങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ വീട്ടിൽ മെസ്സ് നടത്തുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഏരിയയിൽ ആരെന്ത് ബിസിനസ് തുടങ്ങിയാലും ഭാർഗവൻ ചേട്ടന് കൊടുക്കാനുള്ള പടി കൊടുത്തിരിക്കണം. തുടങ്ങിയതിന് ശേഷമല്ല, തുടങ്ങുന്നതിനെല്ലാം മുൻപ്. നിങ്ങളെന്താ ചെയ്തേ? ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ വീട്ടിൽ തന്നെ ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നു.
നീ എന്നെ തല്ലിയല്ലേ? എടീ, ദാ, ഇവളെ ഒന്ന് നോക്കി വെച്ചോ. വാടാ പോവാം. ശ്രീധർ, ഇന്ന് നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? ഞാനെന്തിനാ ഓഫീസിലേക്ക് പോകുന്നേ? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരുമ്പോ എനിക്കുള്ള പേപ്പേഴ്സും കൂടെ കൊണ്ടുപോരെ. നീ എന്തിനാ കാര്യത്തിൽ തലയിടുന്നേ? എല്ലാ കാര്യങ്ങളും ഏതാന്ന് നോക്കിക്കൊള്ളേ. ഞാൻ എന്താണ് പറയുന്നത്, എന്തിനു വേണ്ടി ഇതൊക്കെ പറയുന്നതെന്ന് ശരിക്കും ആലോചിച്ചിട്ടേ പറയാറുള്ളൂ. വെറുതെ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്. എന്തിനാ കട്ട് ചെയ്തത്? എന്തെങ്കിലും എമർജൻസി ആയിട്ട് വിളിച്ചതാണെങ്കിലോ അത് അറ്റൻഡ് ചെയ്ത് എന്താ കാര്യമെന്ന് ചോദിച്ചൂടെ? സുഹാസിനി, നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ. അതുപോലെ നീ എന്റെ കാര്യത്തിലും ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നീ നിന്റെ മാത്രം കാര്യങ്ങൾ നോക്കുന്നത് പോലെ എനിക്ക് എന്റെ കാര്യം നോക്കാനും അറിയാം. നീ നിന്റെ മാത്രം കാര്യങ്ങൾ നോക്ക്. ഹലോ. ഓഹോ, സാക്ഷാൽ സുഹാസിനി മേഡം തന്നെയാണല്ലോ ലൈനിലുള്ളത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് നല്ല കാര്യമാണാവോ ചെയ്തത്? നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതുപോലെ മനസ്സിലാകാതെ എന്തിനാ ഫോൺ എടുക്കാൻ പോയത്? നോക്ക്, നിങ്ങൾ ആരാണെന്ന് അറിയാതെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ആരായി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം സംസാരിക്കാം. ഓ, അത്ര ഉറച്ച തീരുമാനമാണെങ്കിൽ പറഞ്ഞേക്കാം. കേട്ടോ, നിങ്ങൾ യഥാർത്ഥത്തിൽ സുഹാസിനി മേനോനല്ല എന്ന് ഈ ലോകത്ത് അറിയുന്ന വളരെ കുറച്ച് വ്യക്തികളില് ഞാനും ഒരാളാണെന്ന് അങ്ങോട്ട് കൂട്ടിക്കോ. ഓ, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട വലിയൊരു സംഭവമാണ് ഇതെന്ന് എനിക്കിതുവരെയും തോന്നി തുടങ്ങിയിട്ടില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ നോക്കുന്നത് നിങ്ങളാണല്ലേ? അതിനുവേണ്ടി ഞാൻ വലിയ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ തന്നിട്ടുമില്ല. ചോദിച്ചു, അത്രേ ഉള്ളൂ. ഹൗ ഡെയർ യു! സുഹാസിനി മേഡം, ഒരുപാട് ദേഷ്യപ്പെട്ട ആയുസ് കുറയുമെന്നാ. അതിനിടയിൽ കള്ളം പറഞ്ഞിട്ടാ ദേഷ്യപ്പെടുന്നെങ്കിൽ ആയുസ് ശരിക്കും അങ്ങോട്ട് കുറയും. പുതിയൊരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ, കേൾക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ സംസാരിക്കുന്നത് സുഹാസിനിയോടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്ര ചീപ്പായിട്ടൊരു പ്ലാൻ ഇടുന്നത് ശരിയായില്ല. എന്നെ കുറിച്ച് എന്താ കരുതിയത്? നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയണമെന്നുണ്ടല്ലേ? പേടിയുണ്ടല്ലേ കുറച്ച്? പേടിയോ? അതും എനിക്ക്? ഞാൻ ഇത്ര കൂളായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചടിക്കാനുള്ള വഴികളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണെന്ന് മാത്രം നിങ്ങൾ ഓർത്താ മതി. ഇതുപോലെ സ്റ്റുപ്പിഡായിട്ടുള്ള കാര്യങ്ങൾക്ക് തലയും പുകച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നിങ്ങൾക്കറിയാവുന്നത് എന്താന്ന് വെച്ചാൽ അതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി നിങ്ങൾ വേദാന്തിന്റെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുകയാണെങ്കിലും എനിക്കൊരു പേടിയുമില്ല. ധൈര്യമായിട്ട് പോയി പറഞ്ഞു. സുഹാസിനി, നിന്റെ തലയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ദേഷ്യപ്പെട്ട് നീ എന്തൊക്കെ പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്തായിരിക്കും പറ്റിയത്? നേരത്തെ വിളിച്ചപ്പോ അവൾ ഒന്നും പറയാതെ കോള് കട്ട് ചെയ്തു. ഇപ്പൊ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി ഞാൻ അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംസാരിച്ചോ? ചിച്ചേ, നോ വേ. ഇൻ കേസ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ കോൾ എടുക്കാതിരിക്കില്ലല്ലോ. എന്റെ ചെവിക്കൽ അടിച്ചു പോകുന്ന പോലെ അവള് ബഹളം ഉണ്ടാക്കും. പെട്ടെന്ന് ഇപ്പൊ എന്താ പറ്റിയത്? ചേട്ടാ, ആരെ വിളിച്ചോണ്ടിരിക്കുന്നേ? അമൂല്യക്ക. വാവ്,
അതായത് ഞങ്ങൾ വിചാരിച്ചതൊക്കെ സത്യമായിരുന്നല്ലേ? നോൺസെൻസ്. അയ്യോ, അത് ഞാൻ വെറുതെ പറഞ്ഞ ചേട്ടാ. നീയും റൗഡി കൊച്ചും തമ്മില് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ ലൈഫില് നല്ലൊരു പെങ്കൊച്ച് എന്തായാലും വരും, അക്കാര്യത്തില് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതാ. അത് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഞങ്ങളെന്ന് വെച്ചാ മുത്തശ്ശി വരെ അങ്ങനെ പറയുന്ന ചേട്ടാ. ഐ ഹോപ്പ് നീ ഡിസപ്പോയിന്റ് ചെയ്യില്ലെന്നാണ്. ഹലോ വേദ. ഹലോ അമൂല്യ, ആർ യു ഓക്കെ? നീ എന്താ നേരത്തെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തേ? അത് കഴിഞ്ഞ് ഞാൻ എത്ര തവണ വിളിച്ചു എന്നാ നീ എന്താ കോൾ എടുക്കാതെ അവിടെ ചെയ്യുന്നത്? എന്താ നിനക്ക് പറ്റിയത്? ആർ യു ഓക്കെ? ഒന്നുമില്ല വേദൻ, വീട്ടിൽ ഒരുപാട് ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ബിസി ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ. നീ സത്യമാണോ ഈ പറയുന്നേ? അതെ വേദൻ, നിനക്കെന്താ ഡൗട്ട്? ഒന്നുമില്ല, എല്ലാം ഓക്കെ ആണെങ്കിൽ യു ക്യാരി ഓൺ. ഞാൻ കുറച്ച് ബിസിയാണേ, ഞാൻ പിന്നെ വിളിക്കാം. സോറി വേദൻ, എന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും നിന്റെ തലയിലിടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ. നിനക്കതൊന്നും ഒരു ഭാരമായിരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഇല്ലേ? വെറുതെ ഇതും കൂടെ അറിഞ്ഞാ പിന്നെ നിനക്ക് ടെൻഷൻ കൂടുവല്ലേ ഉള്ളൂ. അതാ പറയാത്തെ. ചേട്ടാ, എന്താ പറ്റിയത്? എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? റൗഡി കൊച്ച് എന്താ പറഞ്ഞേ? എല്ലാം ഫൈൻ അല്ലേ? നോ നോ, നത്തിങ് ടു വെറി. എക്സ്ക്യൂസ് മീ വിക്രാന്ത്. പ്ലീസ് എന്നെ ഫോഴ്സ് ചെയ്യരുത്. ആദ്യ, ഇത് പാലക്കിന്റെ ജ്യൂസാ. അയൺ കണ്ടന്റ് ഒരുപാട് കൂടുതലാ, ആരോഗ്യത്തിന് നല്ലതാ. അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞേ. ഇഷ്ടമില്ലെങ്കിലും പിന്നെ എന്തിനാ ഫോഴ്സ് ചെയ്ത് തരുന്നേ? നിനക്ക് വേണ്ടിയല്ല, നിന്റെ കുഞ്ഞിന് വേണ്ടിയാ ഇത് കുടിക്കാൻ പറയുന്നത്. എന്ന് വെച്ചാ കുടിക്കാതെ വിടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യ, ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. നീ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കരുതി ഒന്നും അവോയ്ഡ് ചെയ്യില്ലെന്ന് പറഞ്ഞല്ലേ? ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അമ്മയെ കഴിഞ്ഞിട്ടുള്ള ബാക്കിയാരും. ശരി, തന്നേക്ക്. ആദ്യ, ഞാൻ നിന്റെ ചേട്ടനോടത് ചോദിച്ചതാ, പക്ഷെ അവൻ എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞാ പിന്നെ അവനെ ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് നീയല്ലേ മോളെ? അതുകൊണ്ടാ നിന്നോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചത്. അവന് ആരോടെങ്കിലും പ്രണയം വല്ലതും ഉണ്ടോ? ആദ്യ ഒന്ന് പതുക്കെ കുടിച്ചോടെ നിനക്ക്. ഒന്നുകിൽ ആദ്യം നീ കുടിക്ക്, എന്നിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചിട്ട് കുടിക്ക്. എന്റെ അറിവിൽ പേഴ്സണലായിട്ടുള്ള അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ നിന്നോടല്ല ഷെയർ ചെയ്യാറുള്ളത്. അതുകൊണ്ടാ അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അവൻ ആരോടെങ്കിലും പ്രണയമുണ്ടോ? ഇതെന്താ അമ്മ പെട്ടെന്ന് ചേട്ടന്റെ പ്രണയത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നു? ആദ്യ, അവൻ എന്റെ മൂത്ത മകന്. അവനൊരു ദിവസം നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ പോലും എനിക്കത് മനസ്സിലാവും. അവന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാലും എനിക്കത് മനസ്സിലാവാറുണ്ട്. അങ്ങനെയുള്ളപ്പോ അവൻ ആരെയെങ്കിലും പ്രണയിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവില്ലെന്നാണോ? അമ്മ മനസ്സിലാക്കിയത് സത്യ, അവൻ പ്രണയിക്കുന്നത് സത്യം. പക്ഷേ അതെനിക്ക് അമ്മയോട് ഇപ്പൊ പറയാൻ പറ്റില്ല. പറയാദ്യ, അവന് ആരോടെങ്കിലും പ്രണയമുണ്ടോ? ഇല്ല അമ്മേ, എന്റെ അറിവില്
അവൻ ഈ പ്രണയവും കാര്യങ്ങളും ഒന്നും സെറ്റ് ആവില്ല. സത്യമാണല്ലോ. അതെ അമ്മേ, ചേട്ടന് ബിസിനസ് കാര്യങ്ങളല്ലേ പ്രധാനം. അതിനിടയില് ഇതിനൊക്കെ എവിടുന്നാ സമയം? പെണ്ണുങ്ങളെ കാണുന്ന തന്നെ ഇഷ്ടമല്ലാത്തവന് പ്രണയമൊക്കെ എങ്ങനെ സെറ്റ് ആവാനാ അമ്മേ?